ആദ്യമേ തന്നെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ നിര്യാണത്തിലെ എന്റെ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത് വാസ്തവത്തിൽ ഇത് ഒരു കൊലപാതകമാണ്. ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്തൊരു പാവപ്പെട്ട മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും അനാസ്ഥ, നമ്മൾ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് ബലിയാടായ ആളാണ് ജോയ്. ഈ ഒരു മനുഷ്യൻ ഇത്രയും വലിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പൊ 2 ദിവസമായിട്ട് ക്ലീനിങ് നടക്കുന്നു. ഈ ക്ലീനിങ് നടക്കാൻ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിയേണ്ടിയിരുന്നോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇതിനു മുമ്പ് ഇത് കണ്ടില്ലേ? ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. എന്തെല്ലാം മാലിന്യങ്ങളാണ് ഉള്ളത്. ചാക്ക് കണക്കിനാണ് മാലിന്യങ്ങൾ എടുത്തു മാറ്റുന്നത്. 2015 ഇത് ചെയ്തപ്പോഴും ഞങ്ങൾ കണ്ടതാണ്. ഈ ഇറച്ചി കച്ചവടക്കാര് അവരുടെ കടയിലെ ഉച്ചിഷ്ടങ്ങളെല്ലാം പന്നി ഫാമിന് വിൽക്കും. ആ പന്നി ഫാമിന്റെ കോൺട്രാക്ടർ വന്നത് ചാക്കിൽ കളക്ട് ചെയ്തിട്ട് അതെല്ലാം ആമയഴിച്ചാൻ തോട്ടിൽ നിക്ഷേപിച്ചിട്ട് അയാളങ്ങ് പോകും. എല്ലാം രാത്രിയുടെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഓരോ സ്ഥലത്തും ആശുപത്രി മാലിന്യങ്ങൾ എടുത്തെറിയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രികളുടെ അടുത്തൂടെ പോകുന്ന തോടുകൾ പോയി നോക്കൂ, എന്തുമാത്രം ആശുപത്രി മാലിന്യങ്ങൾ അവിടെ കിടപ്പുണ്ടെന്ന്. ഇതൊക്കെയാണ് നമ്മൾ തടയേണ്ടത്. ഇത് തടയേണ്ടത് ആരാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ പേരിൽ കുറ്റം ചാരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു കോർപ്പറേഷൻ അതിർത്തിയിൽ ചെയ്യേണ്ട ജോലി കോർപ്പറേഷൻ ചെയ്യണം. അല്ലാത്ത സ്ഥലത്ത് ചെയ്യേണ്ടത് അതിന് ഉത്തരവാദപ്പെട്ടവർ ചെയ്യണം. ഇവരെ എല്ലാവരും ഏകോപിപ്പിക്കേണ്ടത് ജോലിയാണ് ഗവൺമെന്റിനുള്ളത്. ഇത്രയും ഏജൻസികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ ഏകോപിപ്പിക്കാൻ നമുക്ക് സംസ്ഥാന തലത്തില് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവണം. അതിന് നമ്മുടെ കയ്യിലൊരു വജ്രായുധമുണ്ട്. അതിന്റെ പേരാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. അതിൽ ആവശ്യങ്ങൾക്ക് നമ്മളുടെ നിയമ പരിരക്ഷയുണ്ട്. നമ്മളെടുക്കുന്ന നടപടികൾക്ക് കോടതികൾക്ക് ഇടപെടാൻ സാധിക്കില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോർട്ടിലും മാത്രമേ അത് പരിഗണനയിൽ എടുക്കുകയുള്ളൂ. അതിന്മേലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അപ്പീലുകൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? ഇത് ഇത്രയും എന്തോരം മാലിന്യങ്ങൾ ഇപ്പോഴും തന്നെ നമ്മൾ ആ ശവശരീരം എടുത്ത സ്ഥലത്ത് ആമയിഴഞ്ചാൻ തോടിൽ കിടക്കുന്ന ഈ മാലിന്യങ്ങൾ എവിടെ നിന്നും വന്നു? ഇത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേക്കാരെ എടുത്തെറിയുന്ന അഴുക്ക് മാത്രമാണോ ഇത്? അതൊന്നും ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ 90% ആ മാലിന്യങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ ജനങ്ങൾ എടുത്തെറിയുന്ന മാലിന്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളും ഇത് വാസ്തവത്തിൽ ഇതൊരു വലിയ നമുക്ക് ഇതിനേക്കാളും വലിയ ലജ്ജാകരമായ ഒരു അവസ്ഥാവിശേഷമില്ല. ഞാനത് ഏതെങ്കിലും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ എന്റെ സഹപ്രവർത്തകരായിരുന്ന ഉദ്യോഗസ്ഥന്മാരോടാണ് ഞാൻ ഇത് പറയുന്നത്. അവര് ഇതിനകത്തൊക്കെ ഇത് നോക്കൂ, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം വേണം. നിർഭാഗ്യവശാല് അതില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒന്നാം ഞാൻ ഇന്നലെ തന്നെ ഏതോ ചാനൽ ചർച്ചകളിൽ ഞാൻ പറഞ്ഞു. കാരണം ഇതൊരു ഗ്ലാമറസ് ജോബ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. ഇത് ചെയ്യേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന് അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി നിൽക്കുകയോ അവിടെ അഴുക്ക് ചാനലിന്റെ അടുത്തുകൂടെ പോവുകയോ കൊതുകടി കൊള്ളുകയോ അമേരിക്കത്തിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് അവരെ കൊണ്ട് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പരിപാടി ആവിഷ്കരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് നമ്മൾ 2015 ചെയ്ത് വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ മുൻപിൽ ഒരു മോഡലുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരണ്ട. അത് ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിന്റെ പിന്നിൽ എത്ര പേരാണ് കിടന്ന് കഷ്ടപ്പെട്ടത്. എന്റെ തഹസിൽദാർ ശശികുമാറിന് തലയ്ക്ക് മുറിവേറ്റു. വേറെ കുറെ പേര് മോഹാലിസ്യപ്പെട്ട് വീണു. ഒരു കോൺട്രാക്ടറുടെ തൊഴിലാളികൾ അവിടെ മോഹാലിസ്യപ്പെട്ട് വീണു. പിന്നെ അവസാനം വേറൊരു കോൺട്രാക്ടർ വിനോദ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിന്റെ തൊഴിലാളിയും കൊണ്ടാണ് യന്ത്രക്കൈകൾ ഉപയോഗിച്ച സാധനങ്ങൾ വലിച്ചു മാറ്റിയത്. അന്ന് 700 ലോഡ് സാധനങ്ങൾ അഴുക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ നിന്നും എടുത്തു മാറ്റിയത്. അപ്പൊ പിന്നെയും ഇത് എങ്ങനെ വരുന്നു? ഇപ്പോഴും വേണമെങ്കിലും നോക്കൂ, തിരുവനന്തപുരം നഗരത്തിലെ ഓടകളെല്ലാം ഒരു ഓട്ടപ്രദർശനം നടത്തൂ, എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൺമുൻപിലാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ നിഷേധിച്ചിട്ട് ഇതിനെ മറ്റാരുടെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ഒരിക്കലും ആശാസ്യകരമായ ഒന്നല്ല. അതൊരു നല്ല ഭരണാധികാരിക്ക് ചേർന്നതല്ല. നമ്മുടെ കുറവ് കണ്ടെത്തി മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറാവണം. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട്.
അതിന് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അവര് തന്നെ സ്വയം തീരുമാനിക്കട്ടെ. കാരണം ഈ കാലത്ത് ധാർമ്മികതയും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം കേട്ടെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ അസ്ഥാനത്താണ്. അന്ന് നിർലോഭമായ സഹകരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ ഞങ്ങളുടെ ആരുടെയും മികവ് കൊണ്ടൊന്നുമല്ല. നല്ലൊരു ടീം അഹോരാത്രം പ്രവർത്തിച്ചു. ഗവൺമെന്റ് അതിനകത്ത് യാതൊരു ഇന്റർഫിയറൻസ് നടത്തിയില്ല. ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിസഭ. അപ്പൊ അവരെ എല്ലാവരെയും അതിൽ നിന്നും മാറ്റി നിർത്തി ഞങ്ങൾക്ക് നല്ല ഫ്രീഡം തന്നു. ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലും ചീഫ് മിനിസ്റ്ററിനെ ഞങ്ങൾ അത് ധരിപ്പിച്ചു. അങ്ങനെയാണ് അത് കാര്യങ്ങൾ പോയത്. ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടാവണം. കാരണം ഇത് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് മന്ത്രിമാര് മാത്രമല്ലല്ലോ. ഗവൺമെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മുതലുള്ള ക്യാബിനറ്റിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ് വരെയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ചേരുന്നതാണ് ഈ ഭരണയന്ത്രം. അത് ചലനാത്മകമാക്കണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അതിന് മുന്നിട്ടിറങ്ങണം. അതാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അവര് പറയും, ഞാൻ ചിലരൊക്കെ എന്നോട് രഹസ്യമായിട്ടെങ്കിലും പറയുന്നുണ്ട്, സാറേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യുന്നതൊന്നും അവർക്കൊന്നും ഇഷ്ടാവില്ല. ഇങ്ങനെയാ പറയുന്നത്. ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം. അങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാതെ ഇത് പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രി ചുമതല ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും മന്ത്രിക്ക്? ഇന്നലെ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. കാരണം ഈ ആക്ട് അനുസരിച്ച് നടപടി എടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാതെ മന്ത്രിമാരല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് നമ്മൾ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഇങ്ങനെ ഇവിടെ ഇത്രയും അഴുക്കോടെ കൂടി കിടന്നാല് അതിനെതിരെ നടപടിയെടുക്കണം. അവിടെ വീണ്ടും ഞങ്ങൾ കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അന്ന് ആ കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ച സ്ഥലത്ത് ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് പോയി നോക്കൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.